അമേരിക്കയുമായിട്ടുള്ള തീരുവ യുദ്ധത്തിൽ കൃത്യമായിട്ടൊരു സന്ദേശം നൽകാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. റഷ്യയുമായിട്ടും ചൈനയുമായിട്ടും ഒരു വലിയൊരു സൗഹൃദത്തിന് ആരംഭമാകുന്നു എന്നുള്ള സൂചന തന്നെയാണ് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത്. ഇരു രാജ്യങ്ങളുമായി സഹകരണം വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. അത് ഊർജ്ജവുമായിട്ടും സാമ്പത്തികവുമായിട്ടും ഇറക്കുമതി, കയറ്റുമതി, വ്യാപാര വാണിജ്യ രംഗങ്ങളിലെല്ലാം അത് കാണാൻ സാധിക്കും. എന്തായാലും അതിൻ്റെ തുടക്കം ഈ ഉച്ചകോടിയോടുകൂടി നമുക്ക് ഉണ്ടാകും എന്നുള്ള കാര്യം തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വേദിയിലേക്ക് മോദി പുട്ടിനൊപ്പം ഒരേ കാറിൽ സഞ്ചരിച്ചു. അത് 45 മിനിറ്റ് നീണ്ടു നിന്നിരുന്നു. പിന്നീട് 1 മണിക്കൂർ നീണ്ട ഉഭയകക്ഷി ചർച്ച. ആ ചർച്ചയിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക ഊർജ്ജ മേഖലകളിലെ സഹകരണമാണ് ഇരു നേതാക്കളും പങ്കിട്ടത്. ഉച്ചകോടിയിൽ ഭീകരവാദത്തെ കൂടി ഉന്നമിട്ടുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചിരിക്കുന്നത്. ഒരു ഇരട്ടത്താപ്പ് ഈ ഭീകരവാദത്തെ സംബന്ധിച്ച് ഉണ്ടാകരുത് എന്നുള്ള കാര്യം, അത് പാകിസ്ഥാനുള്ള മുന്നറിയിപ്പ് കൂടിയാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ വേദിയിലിരുത്തിക്കൊണ്ട് തന്നെ സംസാരിക്കുകയും ചെയ്തു. പേൽഗാം ഭീകരാക്രമണം അടക്കം ഉന്നയിച്ചാണ് മോദി സംസാരിച്ചത്. पहलगाम में टेररिज्म का बहुत ही घिनौना रूप देखा. ഈ 3 രാജ്യങ്ങൾക്കുമിടയിൽ ഒരു പുതിയ ലോകക്രമത്തിന് ഇവിടെ നിന്നും തുടക്കമാവുകയാണ് എന്നുള്ള കാര്യം കൂടി നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും.